സനോജ്, കഴിഞ്ഞ ദിവസം നഗരൂരിലുണ്ടായ അതിക്രമം, അതിൽ പരിക്ക് പറ്റിയ അഫ്സൽ ഇപ്പോഴും അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. ഏതാണ്ട് 6 പേർക്ക് പരിക്ക് പറ്റുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിന് ഇതുവരെയും യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐക്ക് എന്താണ് പറയാനുള്ളത്? ആറ്റിങ്ങൽ നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രൂരമായ ആക്രമണം, ഡിവൈഎഫ്ഐ നേതാവ് അഫ്സലിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റ് 5 പേർക്ക് കൂടി യൂത്ത് കോൺഗ്രസ് KSU അതിക്രമത്തിൽ പരിക്ക് പറ്റി. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അതിക്രൂരമായ അതിക്രമമാണ്, ഏകപക്ഷീയമായ അതിക്രമമാണ് അവിടെ ഉണ്ടായതെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. VK സനോജ് ചേരുന്നു. സനോജ്, അങ്ങേയറ്റം ഏകപക്ഷീയമായ ഒരു അതിക്രമമാണ് നഗരൂരിൽ ഉണ്ടായത്. പരിക്കേറ്റ അഫ്സലിൻ്റെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് വരുന്ന വാർത്തകൾ. ഡിവൈഎഫ്ഐയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്താണ്? ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം നഗരൂരിൽ അതിക്രൂരമായ നിലയിലുള്ള ആക്രമണം ഉണ്ടായത്. അങ്ങനെ ആക്രമിക്കപ്പെടാൻ പാകത്തിലുള്ള ഒരു സംഘർഷവും അവിടെ ഉണ്ടായിരുന്നില്ല. ഡിവൈഎഫ്ഐയെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമെന്ന നയത്തിന്റെ തന്നെ ഭാഗമായിട്ടാണ് വളരെ ആസൂത്രിതമായി അവരുടെ നേതൃത്വത്തിന്റെ തന്നെ അറിവോടുകൂടി ഈ കാര്യം നടന്നത്. ഈ കേസിൽ പ്രധാന പ്രതികളായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, മറ്റൊന്ന് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു അക്രമം സംഘടിപ്പിച്ചത്? ഈ അക്രമം സംബന്ധിച്ച് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക രേഖപ്പെടുത്തിയോ, എന്തെങ്കിലും തരത്തിലെ ചർച്ച നടത്തിയോ? ഒന്നും നടത്തിയിട്ടില്ല. ഇന്നിപ്പോ പരിക്ക് പറ്റിയിട്ടുള്ള അഫ്സൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തി പോകുന്നത്. അത്രമാത്രം ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. ഒരു എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള മർദ്ദനമായിരുന്നില്ല. വളരെ ആയുധവുമായി അവിടെ ആ പ്രദേശത്ത് പുറത്തുനിന്ന് സംഘടിച്ചെത്തിയ കുറെ ആളുകളാണ്. ഈ സംഘടിച്ചെത്തിയ ആളുകളിൽ 16 വയസ്സുള്ള 17 വയസ്സുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കാളികളായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പക്ഷെ ഈ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളൊന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയാവുന്നില്ല. ഇങ്ങനൊരു സംഭവം ഡിവൈഎഫ്ഐയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമോ നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയ വാർത്തയായിട്ട് ഇവിടെ ചാനലുകൾ എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നലെ ഒരു ചാനലിനകത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയും വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇത് വളരെ ആസൂത്രിതമായിട്ട് ഇപ്പൊ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് അവരുടെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ അവരുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒന്നും വ്യത്യസ്തമായി ഈ K. സുധാകരൻ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം ഇത്തരം ആളുകൾക്ക് വലിയ പ്രോത്സാഹനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള നിഖിൽ പൈലിയാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയിട്ട് 19 വയസ്സുള്ള വിദ്യാർത്ഥിയെ, ധീരജിനെ കുത്തിവീഴ്ത്തിയത്. ആ കുത്തിവീഴ്ത്തിയ നിഖിൽ പൈലിക്ക് പിന്നീട് എത്രമാത്രം വലിയ അംഗീകാരമാണ് യൂത്ത് കോൺഗ്രസ് കൊടുത്തത്. അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാവായിട്ട് ഉയർത്തി, അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു. എല്ലാം നമ്മൾ കണ്ടതാണ്. എന്റെ കുട്ടികൾ എന്നാണ് ഈ കൊലപാതകളെ കുറിച്ച് സുധാകരൻ തന്നെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. നമ്മളത് കണ്ടു. ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ പലതരത്തിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള, സ്ത്രീകളെ സൈബറിടത്തിൽ അതിനീചമായി രേഖപ്പെടുത്തിയിട്ടുള്ള, ആ നിലയിലുള്ള വീഡിയോ കണ്ടന്റുകളും ആ നിലയിലുള്ള പോസ്റ്ററുകളും പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളെ കേരള പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഭാഗമായി പിടികൂടി. അയാളെ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് വാഴിച്ച അനുഭവം നമ്മൾ കാണുകയാണ്. അപ്പൊ ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ, സൈബറിടത്തിൽ സ്ത്രീകളെ അതിക്രമിക്കുന്ന, സ്ത്രീകൾക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ യൂത്ത് കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ നഗരൂരിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നേതൃത്വത്തിന്റെ അറിവോടുകൂടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. AKG സെന്റർ ആക്രമിച്ച കേസിൽ നമ്മൾ കണ്ടതാണല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് പ്രതികരിച്ചത്.